30ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഷൂ കിട്ടത് ഇങ്ങനെയൊക്കെ. ഹലോ കിട്ടേച്ചി, സേ ഹായ്. യെസ്, സേ ഹായ്. ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് എവിടെയാ പോണ? പ്ലാൻസ് പറയൂ. അളിയന്റെ ആണ് ഇന്നത്തെ. ഓക്കെ, എന്താണെന്നൂടെ പറയൂ. ബ്ലൂ ഗ്രോട്ടോ. എന്താ അവിടെ എന്താ കാണാനുള്ളത്? ഓക്കെ, ക്ലിപ്സ് ഉണ്ടാവും. പിന്നെ നമ്മളത് കഴിഞ്ഞ് കുറച്ച് കേരള ഐറ്റംസ് പർച്ചേസിങ്. ഓക്കെ, എവിടെ ഗ്രോസറി മേടിക്കാൻ എവിടെ പോകണം? അടുത്ത് തന്നെയാണോ? ഓക്കെ ഓക്കെ. മാൾട്ട എന്ന് പറയുന്നത് തന്നെ ഏകദേശം 2 മണിക്കൂർ മാക്സിമം മതിയല്ലേ, ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തോട്ട് അങ്ങനെ കവർ ചെയ്യാൻ വേണ്ടി. അത്ര ചെറിയ സ്ഥലമാണ്. അപ്പോൾ നമ്മളിന്ന് കവറൊക്കെ ചെയ്ത് ഗ്രോസറി വാങ്ങി എല്ലാം വാങ്ങിയിട്ട് വരാം. പോവാം, ഇറങ്ങാൻ റെഡിയാണ്. യെസ്, അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ട് നമ്മൾ പുറത്തിറങ്ങുന്നു. നല്ല വെയിലടിക്കുന്നുണ്ട്. ഇവിടെ വാ, ഇവിടെ വാ. എന്താ? ആ ശരിയാ, നാട്ടിലെ പോലെ നല്ല വെയിൽ. നമ്മുടെ ഈ കുട്ടി വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഹലോ ശില്പ. ഹലോ. അത് തന്നെ. നമ്മൾ ഫസ്റ്റ് നേരെ എങ്ങോട്ടാ പോകണം ഇന്നത്തെ? നമ്മൾ ബ്ലൂ ഗ്രോട്ടോ ബോട്ടിങ്ങിനാവണം. ആദ്യം ബോട്ടിങ്ങിന്. യെസ് ഗൈസ്, നമ്മൾ നട്ടുച്ച സമയത്ത് നേരെ ബോട്ടിങ്ങിന് പോവുകയാണ്. യെസ്, ഒരു ½ അവറിൻ്റെ ഒരു നല്ല രസം ഉണ്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ സ്നാപ്സ് ഒക്കെ കവർ ചെയ്തിട്ട് നമുക്ക് കാണാം. ബൈ ബൈ. അപ്പോൾ അങ്ങനെ മാൾട്ടയിലെ നഗരത്തിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നഗരമൊന്നും പറയാനില്ല, ഇവിടുത്തെ അതന്നെ റെസിഡൻസ് ഏരിയ ആണ്. ശരിക്കും ഞങ്ങൾ ഒരു 1 ഇയർ മുമ്പ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ രാജസ്ഥാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വൈബാണ് ഏകദേശം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ബിൽഡിങ്സും ഇതൊക്കെ കാണുമ്പോൾ. ഇവിടുത്തെ മാൾട്ടി സ്റ്റോൺ, എന്താണ് ഇതിന് പറയാ? മാൾട്ടി സ്റ്റോൺസ് വെച്ചാണ് ഇവിടുത്തെ കെട്ടിടങ്ങൾ മൊത്തം പണിയുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ചെങ്കല്ല് വെച്ച് പണിയുന്ന പോലെ എല്ലാ ബിൽഡിങ്ങും ഒരേപോലത്തെ ഈ ഇത് വെച്ചിട്ടായിരിക്കും. അവർ പോളിഷ് ചെയ്യാൻ മാത്രമുള്ള സെപ്പറേറ്റ് പെയിന്റ് എല്ലാവരും ഒന്നും ചെയ്യില്ല. റയറായിട്ട് ആൾക്കാർ പെയിന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ട് വന്നിട്ട് അതിൻ്റെ നേരെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ്സ് ദൂരം പോലും ഉണ്ടായിരുന്നില്ല. 1 കിലോമീറ്റർ താഴെ ഉള്ളെന്ന് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു നല്ല ഹൈറ്റുള്ള ഒരു പാടമാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഏരിയ. ഇതാണ് നമ്മുടെ വീടുള്ള ഏരിയ. ഇതാണ് നമ്മുടെ എയർപോർട്ട്. അത്ര ഉള്ള വ്യത്യാസം. നമ്മൾ കറങ്ങി വരുമ്പോൾ ഒരു 1 കിലോമീറ്റർ ആവുന്നേ ഉള്ളൂ. ശരിക്കും നമുക്ക് നടന്നു പോകുന്ന ദൂരമുള്ളൂ. കാര്യം വെച്ചാൽ നമ്മുടെ റോഡിന്റെ മേളിൽ കൂടിയാണ് ഇതിന്റെ റൺവേ വരുന്നത്. ഇതിന്റെ മേളിൽ കൂടിയാണ് കേസ് നമ്മുടെ എയർപോർട്ടിന്റെ റൺവേ പോകുന്നത്. അത് ഞാൻ ഇവിടെ മാൾട്ടയിൽ മാത്രമല്ല, നമ്മൾ ജർമ്മനിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോൾ അതിന്റെ താഴെ കൂടെ വണ്ടികൾ പോണ കാണാം. ചില ആൽഫബറ്റ്സ് ഒക്കെ സൈലന്റ് ആണ്. അത് എവിടെ ഏതാ സൈലന്റ് ആണെന്ന് ആർക്കറിയാം. ഓരോ രാജ്യത്ത് ഓരോ രീതിയിലാണ്. ഡെൻമാർക്കിൽ ശില്പ ജെയ്ക്ക് വരും വയ്യോ എന്തൊക്കെയാണ് കുറെ നമ്മുടെ അവിടെ സുധാവൻ എന്നാ പറയുന്നത്. അപ്പൊ SY ആണ്. അപ്പൊ നമ്മള് സൈന്താവൻ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കുറെ പേർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല ഞങ്ങൾ എവിടെയാന്നുള്ളത്.
ഫുള്ളായി. മാൾട്ടയുടെ മെയിനായിട്ടൊരു അട്രാക്ഷൻ പോയിന്റ് ആണ്. നമ്മൾ അതിൻ്റെ സൈറ്റൊക്കെ നോക്കുമ്പോൾ കാണുന്ന ഒരു ഗുഹ പോലൊരു ഏരിയ. ഇതാണ് ബ്ലൂ. അങ്ങനെ അതുകൊണ്ടാണല്ലോ ബ്ലൂ ഗ്രോട്ടോ എന്ന് പറയുന്നത്. താഴത്തെ ഇതിന് നല്ല ലൈറ്റ് ബ്ലൂ കളറാണ്. നമ്മൾ അവിടെ അടുത്ത് പോകുമ്പോൾ ബോട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് because of this heavy wind and wave, there is no boating today until Sunday. So we are packed up on the Sunday morning, so we doesn't have the boat trip. I think so. ഒരു ഹെവി അട്രാക്ഷൻ പോയിട്ടായിരുന്നു. നല്ല അടിപൊളി ഒരു ട്രിപ്പ് ആവേണ്ടതായിരുന്നു ഈ ബോട്ട് ട്രിപ്പ് അല്ലേ. വൺ ഓഫ് ദ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആണ് ഡെൻമാർക്ക്. അവിടെ ചെല്ലുമ്പോൾ തിരി അടിക്കുന്നത് കാണിച്ചു തരാം. അന്നേരം എല്ലാവരും പറയും പോവായിരുന്നു നന്നായി എന്നുള്ള പോലെ. അതേപോലെ ഹെവി ആയിട്ടുള്ളതാണ്. ഭയങ്കര കാറ്റും അതുപോലെ തന്നെ ഭയങ്കര നിലവാര ആയതുകൊണ്ട് നമുക്ക് ബോട്ടിങ്ങിന് പോകാൻ പറ്റിയില്ല. സോ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ട് അതന്നെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രോബെറിയും അതുപോലെ തന്നെ പിസ്ത ഫ്ലേവറും. എനിക്ക് തണുപ്പ് പറ്റാത്തതുകൊണ്ട് സ്കൂളിൽ ക്ലാസ്സൊക്കെ വെച്ചൊക്കെ മേലിൽ നിൽക്കാൻ എക്സ്പ്രഷൻ ഇടാവും. നല്ല രസമുണ്ട് ഇവിടെ. നല്ല വെയിലും അടിപൊളി. ഇതിൻ്റെ പുറകിൽ ഇവിടെ ബോട്ടൊക്കെ ഇങ്ങനെ കയറ്റിയിട്ടുണ്ട്. ഈ ബോട്ടിനായിരുന്നു നമുക്ക് ഇതിനകത്തൂടെ പോകാനുള്ളത്. എന്ത് കാറ്റാ നോക്കും. താഴോട്ട് പോയി നോക്കാം. ഇവിടെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ തണലുമാണ്, വെയിലും അടിക്കില്ല. ഇങ്ങോട്ട് ചേർന്ന് നിന്നിട്ടേ എന്തായാലും ഇറങ്ങി നടന്നു. തിരിച്ച് കയറി വരുമ്പോൾ എടുക്കാം. കഴിച്ചിട്ട് നമ്മൾ ഇതൊക്കെ കണ്ടു. അതല്ലേ നമ്മൾ തിരിച്ചിങ്ങനെ കയറി പോവാണ്. നല്ല തിരമാല, നല്ല ലൈറ്റ് ബ്ലൂ കളർ. ബീച്ച് എന്ന് പറയാനില്ല, ഇത് തിരമാല ഇങ്ങനെ അടിക്കുന്ന ഏരിയ ക്ലിഫ് ഏരിയ പോലെ. കണ്ടിട്ട് നമ്മളിനി അടുത്ത പ്ലേസിലോട്ട് നേരെ പോകണം. ജയിലുണ്ട്. ജയിലിൻ്റെ ഇപ്പുറത്ത് തന്നെ മെയിൻ സ്റ്റോറായിട്ട് നോക്കുമ്പോൾ കേരള സ്റ്റോഴ്സ്. ഇവിടുത്തെ ആൾക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള മലയാളികളാണെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ കേരള സ്റ്റോഴ്സൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. നമ്മൾ ആ കടയിലാണ് ഇപ്പം അടുത്ത് കയറാൻ പോകുന്നത്. അതിന് മുമ്പ് ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് ഇവിടുത്തെ ഒരു കടയിൽ
നോക്കിയാൽ തന്നെ അറിയാം, ഫുൾ മലയാളമാണ്. ചാനൽ തന്നെ മലയാളം. എന്തോ അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങും കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിള്ളേരെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വന്നേക്കാണ്. 4 മണിയായി. ആ സമയമായപ്പോഴത്തേനും ഓടിപ്പാഞ്ഞ് വന്നതാണ്. കളിയുന്നുണ്ട്. നമ്മൾ പോയാൽ പിള്ളേരെ വിടൂല. 2 പേരുണ്ട്. അടുത്തടുത്തായിട്ടുള്ള സ്കൂളിലാണ്, ഡേ കെയറും അതുപോലെ സ്കൂളിലും. ഇത് ഇവിടുന്ന് ബാക്കിയുള്ളവരൊക്കെ പിള്ളേരെ വിളിച്ചിട്ട് പോകുന്നുണ്ട്. നോക്കട്ടെ. പൊന്നൂന്ന് ഇവിടെ തന്നെയാണ് വിളിക്കുന്നത്. ഇതാണ് അവരുടെ സ്കൂളായിട്ട് വരുന്നത്. ഇവിടുന്ന് പൊന്നും വന്നു. ഹായ്, 2 പേരും ഒരേ സമയത്ത് വന്നു. ഹലോ, ഇതാണ് പൊന്നുവിൻ്റെ സ്കൂള്. ഹായ് ഹായ് ഹായ്. Hey Du. I just gave him the milk near. Hey Du, to say hi. Say hi. Say hi. That's why we really want Punish. someone who will Hi. have to do their job. Probably they But will. listen, I go in the room at about 3 o'clock. And I gave him the milk at that time. That was about 3 o'clock. Ta-da. Bye bye. Bye, nice to meet you. Bye. നമുക്ക്